മിനിസ്റ്ററെ, NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും PC ചാക്കോ രാജിവെച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഉടൻ ഉണ്ടാവും. അത് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. അവർ തീരുമാനിക്കും. അവർ തീരുമാനിച്ചാൽ ഞങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകും. തോമസ് കെ തോമസ് അധ്യക്ഷനാവാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ താങ്കൾ പിന്തുണയ്ക്കുന്നുണ്ടോ? എൻ്റെ പിന്തുണ ആർക്കും ആവശ്യമില്ല, എന്നാൽ എല്ലാവർക്കും കൊടുക്കാൻ തയ്യാറാണ്. കാരണം ഞാൻ പറഞ്ഞു, ഈ കാര്യത്തിൽ എൻ്റെ പിന്തുണയോ എൻ്റെ ചർച്ചയോ അല്ല പ്രശ്നം. ഞങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം തീരുമാനമെടുക്കേണ്ടത് ദേശീയ നേതൃത്വം എന്ന് പറഞ്ഞാലും ശ്രീ ശരത് പവാറാണ്. അദ്ദേഹം ഈ കാര്യത്തിൽ എന്താണോ പറയുന്നത് അതാണ് കേരളത്തിലെ NCP പ്രവർത്തകന്മാരുടെ അവസാന തീരുമാനം. ആ തീരുമാനം വന്നു കഴിഞ്ഞാൽ ഒരു വർത്തമാനം ഉണ്ടാവില്ല. ഈ തോമസ് കെ തോമസിനെ താങ്കൾ പിന്തുണയ്ക്കാൻ തയ്യാറാണ്. തോമസ് കെ തോമസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അത് നല്ലതാണ്. അത് അവർക്ക് ഭാവിയിൽ അദ്ദേഹം ഓരോരുത്തർ ആരാണോ പ്രസിഡന്റ് ആകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കും നല്ലത് ചെയ്യും. മുൻവിധിയോടുകൂടി ആരെയും കാണുകയും ചെയ്യുന്നത് ശരിയല്ല. എല്ലാവർക്കും ഓരോ തരം കഴിവുകളും പ്രവർത്തന പരിചയമൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് വെച്ചിട്ട് ചിലപ്പോൾ നമ്മുടെ പുതിയ മന്ത്രിമാർ നല്ല പെർഫോമൻസ് കാണിക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്കത് അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. ഏതായാലും ഇപ്പം ഞാൻ ഇതിനകത്ത് NCP അധ്യക്ഷനാകാൻ ആരും അയോഗ്യനല്ല. എന്നാൽ ഈ കാര്യത്തിൽ ആരെയെങ്കിലും പിന്താങ്ങുകയോ ആരെയെങ്കിലും എതിർക്കുകയോ ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്. കാരണം നമുക്ക് ഒറ്റക്കെട്ടായി പോകാൻ കഴിയേണ്ട ഒരു ഘട്ടത്തിൽ മറ്റു തരത്തിലുള്ള ചർച്ചകൾ നടത്താനില്ല. ദേശീയ അധ്യക്ഷൻ എന്താണോ നിർദ്ദേശിക്കുന്നത്. തോമസ് കെ തോമസ് യോഗ്യനാണോ ആ പദവിക്ക്? അല്ല, അതെങ്ങനെ ഞാൻ നിശ്ചയിക്കുന്നത്? ഒരാളുടെ യോഗ്യതയും അയോഗ്യതയും വേറൊരാളെങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? നമ്മുടെ രാഷ്ട്രീയ പൊതുജീവിതത്തിൽ ആർക്കും ഏത് പദവിയിലും എത്താവുന്ന ഒരു ജനാധിപത്യ മൂടില്ല, ഒരു ജനാധിപത്യ സ്വഭാവമില്ല. അപ്പോൾ ആർക്കും വേണമെങ്കിലും എത്താം. അത് നേരത്തെ സ്ഥാനമൊഴിഞ്ഞ അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പ്രശ്നം തീർന്നു. മുഖ്യമന്ത്രിയുടെ നിലപാട് അറിഞ്ഞതിന് ശേഷം പിന്നെ അത് വേണ്ട എന്ന് വെച്ചു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊരു ഫോർമുല ഉള്ളതായിട്ട് എനിക്കറിയില്ല. അതെ, എന്തിനായാലും അങ്ങനെ ആരുടെയും അതൊരു ആലോചനയുടെ ഭാഗമായി വരും. ആലോചിക്കുന്ന സമയത്താണല്ലോ നമ്മൾ എന്ത് വേണം എന്ത് വേണ്ടാന്ന് പറയുന്നത്. ഒരു ജനാധിപത്യപരമായ കൂടിയാലോചനകളിലൂടെ അതുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിലെന്താ പ്രശ്നം നിശ്ചയിക്കും. അല്ല, ഒരു കൂടിയാലോചനയും ഇല്ലാതെ PC ചാക്കോ രാജിവെച്ച് ഇറങ്ങിപ്പോയത് ശരിയായോ? അദ്ദേഹത്തിൻ്റെ രാജിയെക്കുറിച്ചൊരു പ്രത്യേക കമന്റില്ല. കാരണം അദ്ദേഹം എന്നോട് ഞാൻ രാജിവെച്ചു എന്ന് വിവരം അറിയിച്ചു. രാജിവെച്ചതിന് ശേഷം അറിയിച്ചാൽ പിന്നെ കൂടുതൽ ചർച്ച വേണ്ടിയിരുന്നില്ല. അല്ല, അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവ് അങ്ങനെയാണോ പെരുമാറേണ്ടത്? ഒരു കൂടിയാലോചനയൊക്കെ താങ്കളെപ്പോലുള്ള മുതിർന്ന നേതാക്കളോട് നടത്തേണ്ടതല്ലേ? അതായത് ഓരോ വ്യക്തിക്കും അതാത് സമയത്തെയും കാലത്തിൻ്റെയും പ്രശ്നമനുസരിച്ച് ഒരു തീരുമാനമെടുക്കേണ്ടി വരും. അത് ചിലപ്പോൾ പെട്ടെന്ന് എടുക്കേണ്ടി വരും. ആ പെട്ടെന്നൊരു തീരുമാനമെടുക്കാനുള്ളൊരു പ്രേരണയുണ്ടായാൽ അതിനുവേണ്ടി കാത്തുനിന്ന് ചർച്ച ചെയ്ത് സമയം കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. മുഖ്യമന്ത്രിയെ തന്നെ അദ്ദേഹം വിമർശിക്കുന്നതിലേക്ക് നെഞ്ചു നോക്കി പറയാനുള്ള അത് ഞാൻ നിങ്ങളാണ് അങ്ങനെ കാണുന്നത്. അദ്ദേഹം സംസാരിച്ചത് എവിടെയാണ്? അദ്ദേഹം പത്രസമ്മേളനത്തിലോ പൊതുയോഗത്തിലോ അല്ല സംസാരിച്ചത്. അത് പാർട്ടി യോഗത്തിൽ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടന്ന കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. അപ്പോൾ മുന്നണിയുടെ ഐക്യത്തിന് വേണ്ടി LDFൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന കാര്യം അദ്ദേഹം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു. അത് അച്ചടക്കലംഘനമല്ല. പാർട്ടി യോഗങ്ങളിൽ ഏതൊക്കെ പാർട്ടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചകളൊക്കെ ജനാധിപത്യപരമായ ചിന്തയിൽ കാണുന്ന ഒരു പാർട്ടിയാണ് NCP. അങ്ങനെ ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പ്രീതിയോ ഭീതിയോ രണ്ടുമില്ല. അതിനുശേഷം LDF യോഗത്തിൽ വന്ന് മുഖ്യമന്ത്രിയുടെ നെഞ്ചിൽ നോക്കി പറയാൻ PC ചാക്കോ ഇല്ല പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത്. അല്ല, അങ്ങനെ പറയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പറയാൻ ഞാൻ തയ്യാറാണെന്നല്ല. അങ്ങനെ പറയുന്നതിന് പകരം ഞാൻ ചെയ്തത് പാർട്ടിക്ക് വേണ്ടി, മുന്നണിക്ക് വേണ്ടി, LDFൻ്റെ പൊതു കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ തീരുമാനത്തിൽ. എനിക്ക് മറ്റേ അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും, മന്ത്രി മാറണമെന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും, എനിക്ക് പാർട്ടിയെയും മുന്നണിയെയും
ഗവൺമെൻറ്റിനെയും പൊതുവെ പിന്താങ്ങുക എന്ന നിലയിലാണ് ഞാൻ തീരുമാനത്തിലെത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞ നല്ല കാര്യം. ഇനി പി സി ചാക്കോയുടെ സ്പേസ് എവിടെയാണ്? അദ്ദേഹം ഇപ്പം ഞങ്ങളുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റില്ല. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും അദ്ദേഹത്തിൻ്റെ സഹായങ്ങളും നാളെ ഇവിടെ ചുമതലയേൽക്കുന്ന ഏത് വൈസ് പ്രസിഡന്റ് ആരായിരുന്നാലും ആ പ്രസിഡന്റിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ആ നിലപാടിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. അല്ല, അദ്ദേഹം രാജിവെച്ചതാണോ അതോ പാർട്ടി നിർദ്ദേശപ്രകാരം ഒഴിഞ്ഞതാണോ? അല്ല, അദ്ദേഹം സ്വമേധയാ രാജിവെച്ചതാണ്. മിനിസ്റ്റർ NCPക്കുള്ളിൽ സമവാക്യങ്ങൾ മാറി വരികയാണ്. അങ്ങയുടെ മന്ത്രി സ്ഥാനം മാറ്റി ആ മന്ത്രിപദത്തിലേക്ക് എത്തണമെന്ന് പറയുന്ന ആൾ സംസ്ഥാന അധ്യക്ഷനാകുന്നു, അങ്ങയെ പിന്തുണയ്ക്കുന്നു. അധ്യക്ഷനായോ? ആവും. അല്ല, ആരും അങ്ങനെയുള്ള സംശയം ഉണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആവില്ല ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. ആരായാലും അങ്ങനെയില്ലല്ലോ. ചാക്കോ വരുന്ന ഞാൻ ആരായാലും എന്ന് പറഞ്ഞാൽ ആർക്കും ആവാനും. മിനിസ്റ്റർ, ഈ വലിയ കളി കളിച്ചിട്ട് ചാക്കോ പുറത്തോട്ട് പോകുന്ന അവസ്ഥയാണ്. നിങ്ങൾ രണ്ടുപേരും അകത്തുണ്ട്, ചാക്കോ വിളിച്ചു. ചാക്കോ പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായിട്ട് ഞങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ പറ്റിയ ഒരു നേതാവ് എങ്ങനെയാ പാർട്ടിക്ക് വെളിയിലാകുക? അല്ല, കേരളത്തിലെ പാർട്ടിയിലെ ശക്തൻ താങ്കളാണെന്ന് താങ്കൾ തെളിയിച്ചതാണോ ഇതിലൂടെ? എൻ്റെ പാർട്ടിയിലെ ഏറ്റവും ശക്തി കുറഞ്ഞൊരു പ്രവർത്തകനാണ് ഞാൻ. അത്രയ്ക്ക് ലളിതമാണ്. അല്ല, ഞാൻ പാർട്ടിയേക്കാൾ വലുതല്ലല്ലോ. ഞാനെല്ലാം ഇത്രയും ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാലോ, എത്രയോ വർഷമായി എൻ്റെ പൊതുജീവിതത്തിൽ ഞാൻ പാർട്ടിയെ ലംഘിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചില്ല, ഇങ്ങോട്ട് സ്വീകരിക്കാനും പോകും. അങ്ങ് ഈ ചാക്കോ വരുന്ന സമയത്ത് വൈകാരികമായി സംസാരിച്ച് അല്ല, ഞങ്ങൾ വളരെ ആഗ്രഹിച്ചൊരു നേതാവ്.